കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോ പെരുവ കാരിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള നളിനി ചേച്ചിയുടെ വീട്ടിലാണ്. ചേച്ചി ഇവിടെ കുറെ പശുക്കളെ വളർത്തുന്നുണ്ട്. പത്തിരുപത്തിരണ്ട് വർഷമായി ചേച്ചി പശുക്കളെ വളർത്താൻ തുടങ്ങിയിട്ട്. ഇതെല്ലാം ചേച്ചിയുടെ പശുക്കളാണ്, ഇപ്പോഴുള്ള പശുക്കളാണ്. 22 വർഷമായി ചേച്ചി പശുക്കളെ വളർത്താൻ തുടങ്ങിയിട്ട്. അപ്പൊ ചേച്ചി ഇത്രയും കാലത്തിനിടയ്ക്ക് പല പല കാലിത്തീറ്റകൾ പരീക്ഷിച്ച് നോക്കുകയുണ്ടായി. അപ്പൊ അതില് ചേച്ചി ലാസ്റ്റ് ഒരു കാലിത്തീറ്റ പരീക്ഷിച്ച് വിജയമായി ചേച്ചിക്ക് എന്ന് പറഞ്ഞാൽ. ആ കാലിത്തീറ്റ ഉപയോഗിച്ച് പിന്നെ പശുക്കൾക്ക് നല്ല പാലും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ചേച്ചി ആ കാലിത്തീറ്റയുടെ വിശദ വിവരം ചേച്ചിയോട് നമുക്കൊന്ന് ചോദിക്കാം. ചേച്ചി നമസ്കാരം. നമസ്കാരം. ചേച്ചി ആ കാലിത്തീറ്റയെ പറ്റി എന്റെ ഫേസ്ബുക്കിലെ കൂട്ടുകാരന്മാരോടൊന്ന് പറയാവോ? എങ്ങനെയാണ് ഇത് ഇത്ര നാളായി ഇത് കൊടുക്കാൻ തുടങ്ങിയിട്ട്, എങ്ങനെയാ ഇത് വിജയമായി തീർന്നത് എന്നൊക്കെ? ഞാൻ ഈ പല കാലിത്തീറ്റകളും പരീക്ഷിച്ച് നോക്കി, ഒക്കെ മേടിച്ചാൽ ഒന്നും വിജയിക്കാൻ എനിക്ക് പറ്റാതെ വന്ന് ഞാനിപ്പോൾ അങ്ങനെ ഇത് ഫേസ്ബുക്കിൽ കണ്ടിട്ട് ഞാൻ വേറെ ആളെ വിളിച്ച് ഞാൻ 5-8 മാസമായി ഇപ്പോൾ ഇത് കൊടുക്കാൻ തുടങ്ങിയിട്ട്. ഇത് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരുമാതിരി വിജയം വന്ന്. ചാണകം ഉറച്ചു പോകുന്നുണ്ട്, ചാണകത്തിന് മറ്റു മണമൊന്നുമില്ല. ഓക്ക കുറച്ച് ഓക്ക കൊടുത്താൽ മതി. 4 കിലോ കൊടുക്കുന്നിടത്ത് ഞാനിപ്പോൾ 1.5 കിലോ ഓക്കയാണ് കൊടുക്കുന്നത്. ഇതും 2 കിലോ വെച്ചൊരു പശുവിന് 1 കിലോ വെച്ചാണ് ഞാനിത് കൊടുത്തോണ്ടിരിക്കുന്നത്. എനിക്ക് അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് സൈലേജ് ഇറക്കുന്നുണ്ട്. ആ സൈലേജ് ചേച്ചി കാലിത്തീറ്റ കൊടുക്കുന്നുണ്ടല്ലേ? ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഇത് എങ്ങനെ ഇത് ചെയ്യുന്നത്? ഒരു ചാക്കിന് 1800 രൂപ വെച്ച് ഞാൻ കൊടുക്കും. ഒരു ചാക്കിന് 1800 വെച്ച്. ഇത് എങ്ങനെ, ഇത് നല്ല ഇനം എങ്ങനെ ചേച്ചി? ഇത് പാലൊക്കെ എങ്ങനെ ഇത് കൊടുത്ത്? പാലൊക്കെ കൊടുത്ത പിന്നെ ഇത് പാലിന് കൊഴുപ്പും ഉണ്ട്, റീഡിങ്ങും ടെസ്റ്റ് ഒക്കെ ഉണ്ട്. എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇത് പോകുന്നുണ്ട്. കൂട്ടുകാരെ, ഇതാണ് ചേച്ചി പരീക്ഷിച്ച് വിജയിച്ച കാലിത്തീറ്റ. അപ്പൊ ഈ കാലിത്തീറ്റ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ചേച്ചി ഇപ്പൊ പറഞ്ഞു തരും നമുക്ക്. ചേച്ചി അതൊന്ന് ഇത് 1 കിലോ 3 കിലോ ഞാനിപ്പോൾ 6 പശുണ്ട്. ഞാൻ 3 കിലോ വെള്ളത്തിലിടും. അത് 6 പേർക്കും കൂടി ഞാൻ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഒരു ആൾക്ക് 2 പാത്രം വെച്ച് ഒഴിച്ചു കൊടുക്കും. 1 കിലോയാണ് ഒരാൾക്ക്. അപ്പം അത് കുതിർന്ന് കഴിയുമ്പോൾ 1 കിലോയ്ക്കായിട്ട് 5 ലിറ്റർ വെള്ളം ഒഴിക്കണം നമ്മൾ. അപ്പോൾ 3 കിലോ ഇടുമ്പോൾ 15 ലിറ്റർ വെള്ളമായി. അപ്പോൾ അത് അവർക്ക് നിറച്ച് അവരുടെ വിശപ്പ് മാറാനും അവർക്ക് പരവേശം മാറിക്കിടക്കാം. പിന്നെ ഒരു നേരം കുറച്ച് സൈലേജും ഒരു നേരം പൈനാപ്പിളുമായിട്ട് കൊടുത്ത് എനിക്കിപ്പോൾ കുഴപ്പമില്ലാതെ ഞാൻ പോകുന്നുണ്ട്. എനിക്കിപ്പോൾ എല്ലാം കൂടി ഒരു നേരം കൂടി വന്ന 150 രൂപയ്ക്കുള്ളിൽ എനിക്ക് വരുന്നില്ല. ഒരു 2 പശുവൊക്കെ ഉള്ളവർക്കാണെങ്കിൽ 2 പശു ഉള്ളവർക്ക് ധാരാളം. ഇതിരുന്നാൽ 1 വർഷം വരെ ഇരിക്കും. ഇത് 1 വർഷം വരെ ഇത് ഇരുന്നോളൂ. ഒരു കേടുമില്ലായിരിക്കും. പൊട്ടിക്കാതെ ഇരുന്നാൽ 1 വർഷം വരെ ഇരുന്നോളൂ. അപ്പൊ ഉണങ്ങിയ പിണ്ണാക്കാണ്. അപ്പൊ നമുക്ക് ഒരു പശുവിന് ഇത് ദിവസം എത്ര വെച്ച് കൊടുക്കാൻ പറ്റും? ഒരു പശുവിന് 2 നേരം കൂടി 2 കിലോ കുതിർത്തത് കൊടുക്കാം. അതിനകത്ത് വെള്ളം എന്തോരം ഒഴിക്കണ്ടേ? 1 കിലോയ്ക്കകത്ത് 5 ലിറ്റർ വെള്ളം. 5 ലിറ്റർ വെള്ളം. ഓക്കെ. അപ്പം നമുക്കതൊന്ന് കാണിച്ചു കൊടുത്താലോ കൂട്ടുകാരെ? തീർച്ചയായിട്ടും. കൂട്ടുകാരെ, ചേച്ചിക്ക് ഇപ്പോൾ ഒരു 7 എത്ര പശു ഉണ്ട്? 7 പശുവിന് ചേച്ചി ഉള്ളതാണ് ഈ വെച്ചേക്കുന്നത്. ഇതെങ്ങനെയാണ്? ഇത് ഈ പാത്രത്തിന് 2 പാത്രം വെച്ച് ഞാൻ ഒരു പശുവിന് 1.5 കിലോ ഓക്കെ, 1/2 കിലോ തവിടും, ഇത്രയാണ് അവർക്ക് ഞാൻ കൊടുക്കുന്നത്. വെള്ളം ഇപ്പൊ ഇത് ചാക്കിന്ന് എടുത്ത് നമ്മൾ എത്രയാണ് എടുത്ത്? ഇത് 3 കിലോയാണ്. ഇത് 3 കിലോയാണ്. ഈ 3 കിലോയ്ക്കകത്തേക്ക് എത്ര വെള്ളമായിരുന്നു? 15 ലിറ്റർ വെള്ളം ഒഴിച്ചു. 15 ലിറ്റർ വെള്ളം ഒഴിച്ച് വെച്ചേക്കുവാണ്, കുതിർത്ത് വെച്ചേക്കുവാണ്. 7 പശു ഉണ്ട്. അതിന് ഒരു പശുവിന് 2 പാത്രം, 2 പാത്രം വെച്ച് അപ്പൊ 2 കിലോ വെച്ച് ഓരോ പശുവിനും വെച്ച് കൊടുക്കുകയാണ്. 2 കിലോ വെള്ളത്തോട് കൂടി 2 കിലോ. ഓക്കെ. അപ്പൊ കൂട്ടുകാരന്മാരെ, അപ്പൊ ചേച്ചി പറഞ്ഞു കേട്ടോ, ചേച്ചി 22 വർഷമായിട്ട് ഈ പശുക്കളെ വളർത്തുന്നുണ്ട്. അപ്പൊ അതിൽ ഇത്രയും നാളായിട്ട് ചേച്ചിക്ക് പരീക്ഷിച്ച് ചേച്ചിക്ക് ഏറ്റവും നല്ലതാണെന്ന് തോന്നിയ കാര്യമാണ് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ചേച്ചി പറഞ്ഞു തന്നത്. അപ്പൊ ആവശ്യമുള്ള കൂട്ടുകാരന്മാർക്ക് ചേച്ചിയുടെ നമ്പർ വെച്ചേക്കാം. ചേച്ചിയുടെ നമ്പറിൽ വിളിക്കുക. 1800 രൂപയാണ് ഒരു ചാക്കിന് വരുന്നത്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കേടായി പോകത്തേ ഇല്ല, 1 വർഷം വരെ ഇരിക്കും സംഭവം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല ചേച്ചി, ഇത് കുതുക്കും നിസ്സാരം കുറച്ചിട്ടാൽ മതി, കുറച്ച് കൊടുത്താൽ മതി. ബാക്കിയുള്ള കാലിത്തീറ്റയൊക്കെ ആണെങ്കിൽ എത്രയായിരുന്നു കൊടുത്തോണ്ട്? 4 കിലോ 5 കിലോ ഒക്കെ കൊടുത്തോണ്ട് 4 കിലോ 5 കിലോ ഒക്കെ കൊടുത്തുകൊണ്ടിരുന്ന സ്ഥാനത്താണ് ഇത്രയും ചുരുങ്ങിയ അളവിൽ നമുക്ക് പശുവിന് കൊടുക്കുന്നത്. അതിനുള്ള നമുക്ക് കിട്ടും. ചാണാനും ചാണാനൊന്നും ഉറക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ചാണാനും ഉറക്കുന്നുണ്ട്. പാല് നന്നായിട്ട്, ചാണകത്തിന് സ്മെല്ലില്ല. അങ്ങനെയുള്ള നല്ല ഗുണപരമായിട്ടുള്ള കാര്യങ്ങളാണ്.
അപ്പൊ ചേച്ചിയോട് ഞാൻ പറയാം. അപ്പൊ ചേച്ചി നിങ്ങളോട് ഒന്നോടെ ലാസ്റ്റായിട്ട് സംസാരിക്കും. ഞാൻ 22 വർഷം കൊണ്ട് പശുവിനെ വളർത്തുന്നതാണ്. ഞാൻ പല കാലിത്തീറ്റയും കൊടുത്ത് എല്ലാത്തിനും പരാജയപ്പെടുത്തി. TMR തൊട്ട് എല്ലാ കാലിത്തീറ്റയും ഞാൻ വാങ്ങിച്ചു കൊടുത്ത്, പിന്നെ ഒത്തിരി കാലിത്തീറ്റകൾ ഞാൻ മാറി കൊടുത്തു. എനിക്ക് ഒന്നിനും ഒരു വിജയമില്ല. എനിക്കിത് കണ്ട് ഞാൻ വിളിച്ച് ചോദിച്ചു. ഞാൻ ഇറക്കി 8-9 മാസം കൊണ്ട് ഞാനിത് കൊടുക്കുന്നു. എനിക്കതിൻ്റെ മാറ്റം ഉണ്ടായി. ഇവിടുന്ന് പലർക്കും കൊണ്ടുപോയവരെല്ലാവരും നല്ല മാറ്റം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ വീണ്ടും എന്നെ വിളിക്കുന്നുണ്ട്. നാളെ ഒരു കൂട്ടർ മാലയാക്കി എടുക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രഞ്ജുവിൻ്റെ കൂട്ടുകാർക്ക് വേണ്ടുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വന്ന് കൊണ്ടുപോകാം. വണ്ടി സൗകര്യങ്ങളുള്ളവർ വന്ന് കൊണ്ടുപോവുക. ശരി, ഓക്കെ. അപ്പൊ കൂട്ടുകാരന്മാരെ, ചേച്ചി പറഞ്ഞ കേട്ടല്ലോ. നമ്മുടെ കൂട്ടുകാരന്മാർക്ക് ആവശ്യമുള്ള എന്ന് പറഞ്ഞാൽ ഗുണം ഉറപ്പായിട്ടും ഉണ്ടാകും ചേച്ചി കേട്ടോ. ഇത് കൊണ്ടുപോയവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ചേച്ചിയും പിന്നെ നമുക്കൊന്ന് അഭിനന്ദിക്കുകയും ചെയ്യാം. ഇത്രയും ഒരു ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ നിന്നും ചേച്ചി കരകയറിയത് നമ്മുടെ ഈ പശുവിൽ നിന്നുള്ള വരുമാനം കൊണ്ട് കാര്യങ്ങള് അല്ലെ. പശു എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്തിന്റെ അവാർഡും ഒക്കെ തന്നു. പഞ്ചായത്തിൽ ക്ഷീരകർഷകന്റെ അവാർഡൊക്കെ എനിക്ക് തന്നു. അവാർഡെല്ലാം ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു നിലയിലോട്ട് ചേച്ചി ഒരു അധ്വാനിച്ച് ഇത്രയും നിലയെത്തിയ ചേച്ചിക്ക് നമുക്കൊരു അഭിനന്ദനങ്ങളും കൂടി പറയാം. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരന്മാര് എത്രയും പെട്ടെന്ന് ഈ നമ്പർ വിളിക്കുക. പെരുവ, കോട്ടയം ജില്ലയിലെ പെരുവയിലുള്ള കാരിക്കോട് അല്ലെ, കാരിക്കോട് മനക്കപ്പടി എന്ന് പറയുക. അവിടെ അറിയാൻ മേലാത്ത കൂട്ടാന്മാരെ ടൗണില് നളിനി ചേച്ചി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പൊ ആ ചേച്ചി ചോദിക്കുക, നേരെ പോരുക ചേച്ചിയുടെ വീട്ടിലോട്ട്. വേണ്ടുന്നവർക്ക് സൈലേജ് എത്തിച്ചു കൊടുക്കാൻ. ഒത്തിരി ദൂരമൊന്നും ഇല്ല കേട്ടോ. മനക്കപ്പടിയിൽ നിന്ന് ഒത്തിരി ദൂരമൊന്നും ഇല്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പൊ ചോദിച്ചിട്ട് ചേച്ചി പറഞ്ഞേ സൈലേജും ഇറക്കി കൊടുക്കും. സൈലേജ് ചാക്കിനകത്ത് പാക്ക് ചെയ്ത് അതും കൊടുക്കാം. അതും കൊടുക്കാം കേട്ടോ. അപ്പൊ വിളിക്കുക, കാസർഗോഡ് കൂട്ടുകാരന്മാര് വിളിക്കുക. ഞാൻ ഒരു നേരം സൈലേജും 6 കിലോ സൈലേജും ഒരു നേരം ഒരാൾക്ക് കൊടുക്കും. രാവിലെ 2 കൊട്ട പൈനാപ്പിളും കൊടുക്കും. അത്രയേ ഉള്ളൂ. അപ്പൊ കൂട്ടുകാരന്മാരെ, ഓക്കെ, കാര്യങ്ങൾ ഡീൽ ചെയ്യാം കേട്ടോ. നല്ലതേ വരുള്ളൂ. ഓക്കെ, തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ.